കായംകുളത്തെ NTUC നേതാവ് സത്യൻ കൊലപാതകത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. CPIM നേരിട്ട് നടത്തിയ കൊല എന്ന വെളിപ്പെടുത്തൽ നടത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗം വിപിൻ സി ബാബുവിന്റെ മൊഴിയെടുക്കണം എന്നാണ് ആവശ്യം. ആലപ്പുഴ DCC അധ്യക്ഷൻ ബാബു പ്രസാദാണ് പരാതി നൽകിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ മനീഷ് മെഗ്വാൾ ചേരുന്നുണ്ട്. അതിനു മുൻപ് KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിലേക്ക്. CPMന്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് പറയുന്നത് നിസ്സാരണക്കാരനല്ല, അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ ആളല്ല. അപ്പോൾ ഇതിൽ ഒരു പുനരന്വേഷണം ആവശ്യമായി വന്നിരിക്കുന്നു. അടിയന്തരമായി പുനരന്വേഷണത്തിലേക്ക് പോകണം, ഗവൺമെൻറ് പോകണം, പിണറായി വിജയൻ അതിന് തയ്യാറാകണം. അതിന് ആ രൂപത്തിലില്ല. ഇതിൻ്റെ ഈ പുനരന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കൂടെ നടക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ഇതിൽ മറ്റൊരു രൂപത്തിലേക്കാകാം. എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരണം. നിയമത്തിൻ്റെ മുന്നിൽ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവന്നേ മതിയാകൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. മനീഷ് മെഗ്വാളുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, തെരഞ്ഞെടുപ്പ് കാലമാണ്, CPIMന് കുരുക്കാവുകയാണല്ലോ ആരോപണവും ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ നടപടികളും. ഉന്മേഷ്, ശരിക്കും കോൺഗ്രസ് ആയുധമാക്കുകയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. അതായത് മുൻ CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വിപിൻ സി ബാബുവാണ് തന്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുന്നതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയച്ച കത്തിൽ വിവാദ പരാമർശമുള്ളത്. അതായത് 2001 നടന്ന INTUC നേതാവ് സത്യൻ കൊലപാതകം CPIM നേരിട്ട് നടത്തിയ കൊലപാതകമാണെന്ന പരാമർശമാണുള്ളത്. പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകത്തിൽ 19-ാം വയസ്സിൽ താൻ 60 ദിവസം നിരപരാധിയായിരുന്നിട്ടും ജയിൽവാസം അനുഭവിച്ചു എന്ന പരാമർശമാണ് പാർട്ടിയെ വെട്ടിലാക്കുന്നത്. ഇതിലാണ് പുനരന്വേഷണം വേണമെന്ന ആവശ്യവുമായി DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ആലപ്പുഴ DCC അധ്യക്ഷൻ ബാബു പ്രസാദാണ് ഇന്നലെ രാത്രിയിൽ മെയിലിൽ DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഒപ്പം തന്നെ ഇവരെ വിപിൻ സി ബാബുവിന്റെ മൊഴിയെടുത്ത് ഈ നടപടി മറ്റു നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണുള്ളത്. വിപിൻ സി ബാബുവിനെ നേരത്തെ പാർട്ടി നടപടിയെടുത്തിരുന്നു. ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിലായിരുന്നു പാർട്ടി 6 മാസത്തേക്ക്. ശരി മനീഷ്, ഏതായാലും ഇപ്പോൾ ഈ ആരോപണത്തിന് തൊട്ടുപിന്നാലെ അത് കോൺഗ്രസ് രാഷ്ട്രീയായുധമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മനീഷ് മെഗ്വാൾ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.